നമ്മൾ മുമ്പ് ഈ സൂറത്ത് പഠിക്കവേ തന്നെ സമ എന്ന പ്രയോഗം രണ്ടിടത്ത് പഠിച്ചിട്ടുണ്ട്. ഒന്ന് ഔ കസയ്യിബിൻ മിനസ് സമാഇ എന്ന ആയത്തിൻ്റെ തഫ്സീറിൽ, മറ്റൊന്ന് അല്ലദീ ജഅല ലക്കുമുൽ അർദ ഫിറാശൻ വസ്സമാഅ ബിനാഅ വഅൻസല മിനസ് സമാഇ മാഅൻ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും എന്ന ആയത്ത് വിശദീകരിക്കവേ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാധ്യനാണ്. അവൻ്റെ ഉലുഹിയത്തിന്, ഇബാദത്തിന് തെളിവായി അവൻ്റെ റുബൂബിയത്ത്, രക്ഷാകർതൃത്വത്തിൻ്റെ വിഷയങ്ങൾ എണ്ണവെയാണ് ഈ ഒരു വിഷയം പഠിക്കുകയുണ്ടായത്. അല്ലദീ ജഅല ലക്കുമുൽ അർദ ഫിറാശ, അള്ളാഹു ഭൂമിയെ വിരിപ്പ് ആക്കിയവനാകുന്നു. വസ്സമാഅ ബിനാഅ, സമാഇനെ ബിനാഉം, സമാ എടുപ്പാണ്, മേൽപ്പുരയുമാണ്. സഖ്ഫം മഹ്ഫൂദ എന്നാണ് ഈ സമാഇനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ മറ്റിടത്ത് വിശേഷണം വന്നത്. സുരക്ഷിതമാക്കപ്പെട്ട, സംരക്ഷിക്കപ്പെട്ട സഖ്ഫ്, മേൽക്കൂര എന്ന്. അപ്പോൾ സമാ അവിടെ മേൽക്കൂര എന്ന അർത്ഥത്തിൽ വന്നത് നമ്മൾ മനസ്സിലാക്കി. തുടർന്ന് വഅൻസല മിനസ് സമാഇ മാഅൻ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും, സമായിൽ നിന്ന് അവൻ മഴയെ അവതരിപ്പിച്ചു, ആ മഴ മുഖാന്തരം നിങ്ങൾക്ക് അന്നമായി ഫലങ്ങളെയും പഴങ്ങളെയും ഉൽപ്പന്നങ്ങളെയും ഒക്കെ ഉൽപ്പാദിപ്പിച്ചു. ഇവിടെ രണ്ടിടത്ത് സമ എന്ന് പറഞ്ഞു. ഒന്ന് മേൽക്കൂര, മറ്റൊന്ന് ഉപരിഭാഗം എങ്കിൽ കാർമേഘം എന്നൊക്കെ അർത്ഥത്തിലാണ്. നമ്മൾ ഈ വചനം പഠിക്കുമ്പോൾ വമാ അൻസലല്ലാഹു മിനസ് സമാഇ മിൻ മാഇൻ എന്നിടത്ത് മിനസ് സമാ എന്നത് രണ്ടാമത് പറഞ്ഞ, അഥവാ സൂറത്തുൽ ബഖറയിലെ 22-ാം വചനത്തിൽ രണ്ടാമത് പറഞ്ഞ സമ ആണ് ഉദ്ദേശം. ഒന്നാമത് പറഞ്ഞ സമ അത് ശക്തമായ മേൽക്കൂരയാണ്, സുരക്ഷിതമായ മേൽപ്പുരയാണ്. യാതൊരു തൂണുകളും താങ്ങുകളുമില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിശക്തമായി നിർമ്മിച്ച ഈ അഖിലാണ്ട ലോകത്തിൻ്റെ അതിൽ കമഴ്ത്തി വെക്കപ്പെട്ട മേൽക്കൂരയാണ്. അതിൽ നിന്നല്ല മഴ വരുന്നത് ആ മേൽക്കൂരക്കും ഭൂമിക്കുമിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച, സൃഷ്ടിച്ച മുഖിലുകളിൽ നിന്നാണ്. മേൽഭാഗം, മുഖിലുകൾ എന്നൊക്കെ അർത്ഥമാണ് ഇവിടെ പറയപ്പെട്ട വമാ അൻസലല്ലാഹു മിനസ് സമാ എന്നിടത്ത് സമാഇൻ്റെ ഉദ്ദേശം. മുഖിലുകളിൽ നിന്നാണ് മഴ അള്ളാഹു അവതരിപ്പിക്കുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പറയുകയുണ്ടായി. വഅൻസൽനാ മിനൽ മുഅ്സിറാത്തി മാഅൻ സജ്ജാജ, മുഅ്സിറാത്തിൽ നിന്ന് അഥവാ കാർമുഖിലുകളിൽ നിന്ന്, മാഅൻ സജ്ജാജ കുത്തിയൊഴുകുന്ന മഴവെള്ളത്തെ നാം അവതരിപ്പിക്കുകയും ചെയ്തു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുപോലെ അഫറഅയ്തുമുൽ മാഅല്ലദീ തശ്റബൂൻ അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ, നിങ്ങൾ പാനം ചെയ്യുന്നതായ വെള്ളം അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ, മനസ്സിലാക്കിയിട്ടുണ്ടോ? നിങ്ങളാണോ അതിനെ മുസ്നിൽ നിന്ന്, മുസ്ൻ എന്ന് പറഞ്ഞാൽ കാർമുഖിലുകളാണ്, അവതരിപ്പിച്ചത്, അതല്ല നാം ആണോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അപ്പോൾ കാർമുഖിലുകളിൽ നിന്നാണ് മഴ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുന്നതെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പലയിടത്ത് പറഞ്ഞു. അപ്പോൾ ഇവിടെ വമാ അൻസലല്ലാഹു മിനസ് സമാഇ മിൻ മാഇൻ എന്നിടത്ത് സമാ ഒന്നുകിൽ ഉപരിഭാഗം അല്ലെങ്കിൽ കാർമേഘം. ഭാഷയിൽ ഉപരിഭാഗത്തിന് സമ എന്ന് പ്രയോഗിക്കും. ഭാഷാ നിഘണ്ടുക്കളിൽ കാണാം സുമ്മിയ സമാഅൻ ലിഅന്ന കുല്ലമാ അലാക ഫഅദല്ലക ഫഹുവ സമ, നിന്റെ മീതെ നിനക്ക് തണൽ വിരിച്ചതെല്ലാം സമ ആണ് എന്ന്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൻ്റെ വർണ്ണനയിൽ, ഉപമയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, കമസലി ഷജറത്തിൻ തയ്യിബത്തിൻ അസ്ലുഹാ സാബിതുൻ വഫർഉഹാ ഫിസ്സമാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു വൃക്ഷത്തെ പോലെയാണ്. ആ വൃക്ഷത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ കാണ്ഡവും മൂലവും മണ്ണിൽ ഉറച്ചതാണ്. വഫർഉഹാ ഫിസ്സമാ, അതിൻ്റെ ശിഖിരങ്ങളും ചില്ലകളുമൊക്കെ സമായിലുമാണ്. സമായിൽ എന്ന് പറഞ്ഞാൽ ഉലുവിൽ, ഉയർച്ചയിൽ. അപ്പോൾ ഉയർച്ച എന്ന അർത്ഥത്തിൽ സമാ പ്രയോഗിക്കും. അതേപോലെ മഴക്ക് തന്നെയും സമാ പ്രയോഗിക്കും. ഫഖുൽതു അസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്താൻ പറയാണ്. അവൻ ഏറെ പൊറുക്കുന്നവൻ. അള്ളാഹുവിനോട് പാപമോചനത്തേട്ടം നടത്തിയാൽ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ, ധാരാളമായിട്ട് അവൻ നിങ്ങൾക്ക് മേൽ സമാഇനെ
അയക്കും എന്നാണ്. സമ എന്ന് പറഞ്ഞാൽ അൽ മത്തർ, മഴയാണ് ഉദ്ദേശം. ഞാനിതൊക്കെ പറഞ്ഞത് ഈ സമ എന്നതിൻ്റെ ആ പദത്തിൻ്റെ പ്രത്യേകത നമ്മൾ പഠിക്കുന്നതിന് വേണ്ടിയാണ്. കാർമുഖിലിന് പറയും, മഴക്ക് പറയും, ഉപരിഭാഗത്തിന് പറയും അസ്സമാ എന്ന്. വഅൻസൽനാ മിനസ്സമാഇ മാഅൻ തഹൂറ, സമായിൽ നിന്ന് നാം ശുദ്ധവും ശുദ്ധിക്ക് ഉപകരിക്കുന്നതുമായ വെള്ളത്തെ ഇറക്കി എന്ന് പറയുമ്പോൾ ഉപരിയിൽ നിന്ന്, കാർമുകിലുകളിൽ നിന്ന് മഴയെ അവതരിപ്പിച്ചു എന്നുള്ളതാണത് അർത്ഥമാക്കുന്നത്, തേടുന്നത്. ഞാനിത് ഇത്രയും പറഞ്ഞത് എന്തിനാണ്? കാർമുകിലുകളിൽ നിന്നല്ല മഴ വരുന്നത്, കാർമുകിലുകൾക്ക് മീതെ നിന്നാണ് മഴ വരുന്നത് എന്ന വാദമുള്ള ചിലരുണ്ട്. ചിലർ അങ്ങനെ ചില തഫ്സീറുകളിൽ ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരം വാദങ്ങൾ പ്രമാണബദ്ധമല്ല, തെളിവിനൊക്കുന്ന വിഷയവുമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്സമാ എന്ന് ശക്തമായ മേൽക്കൂരയായ ഈ ബ്രഹ്മാണ്ഡ പാത്രത്തിൻ്റെ മൂടിയെന്നോണം അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തിമത്തായി നിർമ്മിച്ച ആകാശത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വസ്സമാ ബിനാഅ എന്ന് നമ്മൾ ആയത്തിൽ ശ്രവിച്ചതുപോലെ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ അസ്സമാ എന്ന് കാർമുകിലിനെക്കുറിച്ചും മഴയെക്കുറിച്ചും ഉപരിഭാഗത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഉപരിഭാഗത്തുള്ളതെല്ലാം, ഉപരിയിലുള്ളതെല്ലാം സമ എന്ന് വിശേഷിപ്പിക്കപ്പെടും. അതിനർത്ഥം സമായിൽ നിന്ന് മഴ വരുന്നു എന്നാൽ അസ്സഖ്ഫുൽ മഹ്ഫൂദ് അല്ലെങ്കിൽ അൽ ബിന എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മുഖിലുകൾക്കും ഉപരിയിൽ മേൽക്കൂരയുമായുള്ള സമായിൽ നിന്ന് മഴ വരുന്നു എന്നുള്ളതല്ല.